പൃഥ്വി വന്നിട്ടുണ്ട്. ഇന്നലെ അഷിയോടൊപ്പം ഹോട്ടലിലേക്ക് പോയ പൃഥ്വി ഇപ്പോഴാ തിരിച്ചു വരുന്നത്. അപ്പൊ ഇതുവരെ ഇവനെ എവിടെയായിരുന്നിരിക്കും? രാത്രി മുതൽ ഈ സമയം വരെയുള്ള പൃഥ്വിയുടെ പ്രവൃത്തികൾ നമുക്ക് മിസ്സായല്ലോ ദുർഗെ. അതെ, നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. അഷിതയുടെ കൂടെ പോയ പൃഥ്വി വഴിയിൽ അവളെ തനിച്ചാക്കി പോകുമെന്ന് നമ്മൾ കരുതിയില്ലല്ലോ. അഷിത വന്ന് പറഞ്ഞപ്പോഴെങ്കിലും നമ്മളത് ശ്രദ്ധിക്കണമായിരുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതേക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. അല്ല കിരൺ, നമ്മുടെ ഭാഗത്തെ ഈ ചെറിയ അശ്രദ്ധകൾ കാരണം വലിയ അവസരങ്ങൾ തന്നെ നമുക്ക് നഷ്ടമായേക്കാം. അതുകൊണ്ട് പൃഥ്വിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വെക്കണം. ആഹാ, താനിന്ന് നേരത്തെ എഴുന്നേറ്റോ? എടോ ഉറങ്ങിയല്ലേ ഉണരൂ. താൻ ഉറങ്ങിയില്ലേ? ദേ പൃഥ്വി, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. സോറി അശി, വരാൻ കുറച്ച് വൈകിപ്പോയി. വൈകിപ്പോയെന്നോ? പെട്ടെന്ന് വരാന്ന് പറഞ്ഞു പോയിട്ട് ദേ നേരം വെളുത്തു. അപ്പോഴാ പൃഥ്വി കയറി വരുന്നേ. പൃഥ്വി എന്താ അറ്റ്ലീസ്റ്റ് എന്നെ കുറിച്ച് ഓർക്കാത്തെ? പൃഥ്വി പോയിട്ട് വരുന്നവരെ ഞാൻ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് അറിയോ? അറിയാ അശി, നീ ദേഷ്യപ്പെടുന്നത് പോലും എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയി പോയില്ലേ? എന്ത് സിറ്റുവേഷൻ? ഞങ്ങൾ ആരും അറിയാത്ത എന്ത് ടെൻഷനാ പൃഥ്വിക്കുള്ളത്? അതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ. ഒന്നറിഞ്ഞാൽ മതി, ഞാൻ ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ നിനക്ക് വേണ്ടിയാ. നിനക്കൊരു കുറവുമില്ലാതെ രാജകുമാരിയെ പോലെ നോക്കണം, അത് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. വേണ്ട പൃഥ്വി, എന്നോട് നോണ പറയാൻ നിക്കണ്ട. പൃഥ്വി എന്നിൽ നിന്ന് എന്തൊക്കെയോ മറക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. ശരിയാണ്, നിന്നിൽ നിന്ന് മറക്കുന്നുണ്ട്.